ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സിൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് എന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്യാൻ പോവാണ്. സോ വി ആർ ഗോയിങ് ടു കൗണ്ട് ദി number of degrees of freedom standard model of particle physics or the degeneracy of particles in the standard model. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം, ഇവിടെ കൊടുത്തിരിക്കുന്നത് എലമെൻ്ററി പാർട്ടിക്കിൾസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ദി സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വയലറ്റ് കളറിൽ കൊടുത്തിരിക്കുന്ന പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ക്വാർക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന പാർട്ടിക്കിൾസാണ് ലെപ്റ്റോൺസ്. അപ്പോൾ നമ്മൾ മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിക്കിൾസാണ് ഈ ക്വാർക്സും ലെപ്റ്റോൺസും. അപ്പോൾ ഇത് രണ്ടിനും പൊതുവായിട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതായത് ദേ ആർ സ്പിൻ ഹാഫ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഫെർമിയോൺസ്. എന്താ ഫെർമിയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫെർമിയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഇൻ്റഗ്രൽ സ്പിന്നുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഫെർമിയോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസ്ഡ് ഓൺ സ്പിൻ ദീസ് ക്വാർക്സ് ആൻഡ് ലെപ്റ്റോൺസ് കം അണ്ടർ ദ സെയിം കാറ്റഗറി കോൾഡ് ഫെർമിയോൺസ്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഹാഫ് സ്പിൻ അല്ലെങ്കിൽ 3/2, 5/2 ഇങ്ങനെയുള്ള ഹാഫ് ഇൻറ്റിജർ സ്പിൻ ഉള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ സാധാരണ ഫെർമിയോൺസ് എന്ന് പറയുന്നത്. ക്വാർക്സ് ആൻഡ് ലെപ്റ്റോൺസ് ആർ ഫെർമിയോൺസ്. ഓക്കെ, ഇനി ഇവിടെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന പാർട്ടിക്കിൾസിന് പറയുന്ന പേരാണ്, ഒന്നുകിൽ നമ്മളതിനെ ഫോഴ്സ് കാരിയേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഗേജ് ബോസോൺസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയും. ഇങ്ങനെയുള്ള പേരുകളിലൊക്കെ ഈ പാർട്ടിക്കിൾസ് അറിയപ്പെടാറുണ്ട്. ഓക്കെ, അതുപോലെ മഞ്ഞ നിറത്തിൽ കാണിച്ചിരിക്കുന്ന പാർട്ടിക്കിളാണ് ഹിഗ്സ് ബോസോൺ. ദാറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ദ സിമെട്രി ബ്രേക്കിംഗ്. ഓക്കെ, അതിലേക്ക് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പം നമ്മൾ ഇവിടെ നോക്കുക, ഈ ക്വാർക്സും ലെപ്റ്റോൺസും ഞാൻ പറഞ്ഞു ദേ ആർ സ്പിൻ ഹാഫ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് സ്പിനേഴ്സ്. ഓക്കെ, സ്പിനേഴ്സ് എന്ന് പറയും. അതുപോലെ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന പാർട്ടിക്കിൾസിന് വെക്റ്റർ ബോസോൺസ് എന്ന് പറയും. വെക്റ്റർ ബോസോൺസ്. ഓക്കെ, വെക്റ്റർ ബോസോൺസ് അതായത് ഈ വെക്റ്റർ ബോസോൺസ് സ്പിൻ 1 പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ദേ ആർ സ്പിൻ 1 പാർട്ടിക്കിൾസ്. ക്വാർക്സും ലെപ്റ്റോൺസും സ്പിൻ ഹാഫ് പാർട്ടിക്കിൾസ് ആണ്. സോ ക്വാർക്സ് ആൻഡ് ലെപ്റ്റോൺസ് ആർ കം അണ്ടർ ദ കാറ്റഗറി കോൾഡ് ഫെർമിയോൺസ് ആൻഡ് ദേ ഒബേ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്. അതുപോലെ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ബോസോൺസ്, ഗേജ് ബോസോൺസ് അല്ലേ, അത് ദേ കം അണ്ടർ ദ കാറ്റഗറി കോൾഡ് ബോസോൺസ്. ഹിഗ്സ് ബോസോൺ ഓൾസോ അല്ലേ, ഹിഗ്സ് ബോസോണും അതേ കാറ്റഗറിയിൽ വരുന്ന പാർട്ടിക്കിൾസ് ആണ്. ഇനി ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ദേ ആർ സ്പിൻ 1 പാർട്ടിക്കിൾസ്. ഓക്കെ, ദേ ആർ സ്പിൻ 1 പാർട്ടിക്കിൾസ്. ഇനി നമ്മൾ ഈ സ്റ്റാൻഡേർഡ് മോഡലിൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ക്വാർക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് ക്വാർക്സ്. ക്വാർക്സ് എടുത്തു കഴിഞ്ഞാൽ ക്വാർക്സ് ഇവിടെ നിങ്ങൾക്ക് കാണാം എത്ര ക്വാർക്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ 6 ക്വാർക്സ് കാണാം. അപ്പ് ക്വാർക്ക്, ഡൗൺ, ചാം, സ്ട്രേഞ്ച്, ടോപ്പ്, ബോട്ടം. അപ്പോൾ നമുക്ക് ഓൾറെഡി എത്ര ക്വാർക്സ് അറിയാം? ഓൾറെഡി വി ഹാവ് 6 ക്വാർക്സ്. ഇനി ഈ എല്ലാ ക്വാർക്സിനും ഓരോ ക്വാർക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ആൻറ്റി ക്വാർക്സ് ഉണ്ട്. എപ്പോഴാണ് ആൻറ്റി ക്വാർക്സ് ഉണ്ടെന്ന് മനസ്സിലാവുക? അതായത് ക്വാർക്സും ആൻറ്റി ക്വാർക്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ചാർജാണ്. ഓക്കെ, അപ്പ് ക്വാർക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പ് ക്വാർക്കിൻ്റെ ചാർജ് എത്രയാണ്? അപ്പ് ക്വാർക്കിൻ്റെ ചാർജ് നമുക്ക് ഫിഗറിൽ കാണാം. ഇവിടെ നോക്കുക, അപ്പ് ക്വാർക്കിൻ്റെ ചാർജ് +2/3 ആണ്. ഓക്കെ, +2/3 ആണ് അപ്പ് ക്വാർക്കിൻ്റെ ചാർജ്. അതേപോലെ -2/3 ഉള്ള ഒരു അപ്പ് ക്വാർക്ക് ഉണ്ടാവും, അതിന് നമ്മൾ പറയും ആൻറ്റി അപ്പ് ക്വാർക്ക്. അപ്പം സെയിം പ്രോപ്പർട്ടി ആയിരിക്കും, പക്ഷേ ചാർജ് മാത്രം ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള പാർട്ടിക്കിൾസിനാണ് നമ്മൾ ആൻറ്റി പാർട്ടിക്കിൾസ് എന്ന് പറയുക അല്ലേ. അപ്പോൾ ഈ അപ്പ് ക്വാർക്കിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ആൻറ്റി പാർട്ടിക്കിൾ ഉണ്ടാവും, അതിനാണ് ആൻറ്റി അപ്പ് ക്വാർക്ക്. അതുപോലെ ആരുണ്ട്? ആൻറ്റി ഡൗൺ ക്വാർക്ക് ഉണ്ട്, ആൻറ്റി ചാം, ആൻറ്റി സ്ട്രേഞ്ച്, ആൻറ്റി ടോപ്പ്, ആൻറ്റി ബോട്ടം, ഇങ്ങനെയുള്ള ക്വാർക്സുകളൊക്കെ ഉണ്ട്. അങ്ങനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്വാർക്സ് കിട്ടും? നമുക്ക് ഒരു 6 ക്വാർക്സും കൂടി കിട്ടും, അല്ലെങ്കിൽ 6
ആൻറ്റി കോക്സ് കിട്ടും. 6 ആൻറ്റി കോക്സ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര കോക്സ് ആയി? ടോട്ടൽ 12 കോക്സ് നമുക്ക് കിട്ടി. അതായത് ഇത് നമുക്ക് എപ്പോഴും മനസ്സിലാവുക ഇലക്ട്രോ മാഗ്നറ്റിസം അല്ലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഈ 6 കോക്സ് എങ്ങനെയാണോ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ ബിഹേവ് ചെയ്യുന്നത് അതുപോലെയല്ല ആര് ബിഹേവ് ചെയ്യുന്നത്? ആൻറ്റി കോക്സ് ബിഹേവ് ഡ്യൂ ടു ദർ ഡിഫറൻസ് ഇൻ ചാർജസ്. ഓക്കെ, കോക്സിൻ്റെ ചാർജിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജാണ് ആൻറ്റി കോക്സിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ രണ്ടിനും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഡിഫറൻ്റ്ലി ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും വി ഹാവ് 12 കോക്സ്. ഇനി നമ്മൾ സ്ട്രോങ് ഇൻട്രാക്ഷൻ സ്വിച്ച് ഓൺ ചെയ്തെന്ന് വിചാരിക്കുക. സ്ട്രോങ് ഇൻട്രാക്ഷൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ 6 കോക്സിൽ ഓരോ കോക്സും 3 കളറിലാണ് വരുന്നത്. 3 കളേഴ്സ് അല്ലെങ്കിൽ കളർ ചാർജസ്. കളർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഈ 3 കളർ എന്ന് പറയുന്നത് റെഡ്, ബ്ലൂ, ഗ്രീൻ എന്ന് പറഞ്ഞ 3 കളറാണ് ഇതിൻ്റെ പേരെങ്കിലും അത് ശരിക്കും എന്തല്ല, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കളറുമായിട്ട് ഒരു റിലേഷനുമില്ല. ദിസ് ഈസ് എ കോണ്ടന്റ് നമ്പർ. ദിസ് ഈസ് എ പാർട്ടിക്കിൾ കോണ്ടന്റ് നമ്പർ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് കളർ ചാർജ്. ഓക്കെ, കളർ ചാർജ്. ഇത് സ്ട്രോങ് ഇൻട്രാക്ഷൻ്റെ സ്ട്രെങ്ത് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? കളർ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള കളർ ചാർജസ് ഉണ്ട്, റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പറയാം ഇവിടെ നമുക്ക് എത്ര ക്വാക്സ് ഉണ്ട്? 6 ക്വാക്സ് ഉണ്ട്. 6 ക്വാക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ക്വാർക്കിനും 3 കളർ ഉണ്ട്. ദാറ്റ് വിൽ ഗിവ് യു 18 ക്വാക്സ്. ഇനി ഈ 6 ആൻറ്റി ക്വാക്സ് ഉണ്ട്. ഓരോ ക്വാക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് 3 ആൻറ്റി കളേഴ്സ് ഉണ്ട്. ആൻറ്റി റെഡ്, ആൻറ്റി ബ്ലൂ, ആൻറ്റി ഗ്രീൻ. അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് കിട്ടും? 6 × 3 which is equal to 18 ആൻറ്റി കോക്സും കിട്ടും. അപ്പോൾ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ സ്വിച്ച് ഓൺ ചെയ്തു, സ്ട്രോങ് ഇൻട്രാക്ഷൻ സ്വിച്ച് ഓൺ ചെയ്തു. അടുത്ത ഏത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യേണ്ടത്? സ്വിച്ച് ഓൺ ചെയ്യേണ്ടത് വീക്ക് ഇൻട്രാക്ഷൻ. വീക്ക് ഇൻട്രാക്ഷൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിനെ വീണ്ടും ഓരോ പാർട്ടിക്കിളും 2ആയി ഡിവൈഡ് ചെയ്യും. ദേ ആർ ലെഫ്റ്റ് ഹാൻഡഡ് ആൻഡ് റൈറ്റ് ഹാൻഡഡ്. ഓരോ പാർട്ടിക്കിളും ലെഫ്റ്റ് ഹാൻഡഡും ഉണ്ടാകാം, റൈറ്റ് ഹാൻഡഡും ഉണ്ടാകാം. അല്ലെങ്കിൽ സ്പിൻ ഹാഫ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ 2 പോളറൈസേഷൻ സ്റ്റേറ്റ്സ് പോസിബിളാണ്. 1 ലെഫ്റ്റ് ഹാൻഡഡ് ആൻഡ് റൈറ്റ് ഹാൻഡഡ്. ഓക്കെ, അപ്പോൾ 2 പോളറൈസേഷൻ സ്റ്റേറ്റ് പോസിബിൾ ആണ്. സോ ദർ എക്സിസ്റ്റ് ലെഫ്റ്റ് ഹാൻഡഡ് പാർട്ടിക്കിൾ ആൻഡ് റൈറ്റ് ഹാൻഡഡ് പാർട്ടിക്കിൾ. സിമിലർലി ലെഫ്റ്റ് ഹാൻഡഡ് ആൻറ്റി പാർട്ടിക്കിൾ ആൻഡ് റൈറ്റ് ഹാൻഡഡ് ആൻറ്റി പാർട്ടിക്കിൾ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പാർട്ടിക്കിൾസ് കിട്ടി? ടോട്ടൽ ഇത് ഓൾറെഡി എത്രയായി? 36 ആയി. 36 ക്വാർക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓൾറെഡി ഉണ്ട്. അതിൻ്റെ കൂടെയാണ് ഞാൻ പറഞ്ഞത് ഓരോ പാർട്ടിക്കിൾസ് ഈ 36 എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഓരോ പാർട്ടിക്കിൾസും വീണ്ടും 2ആയി ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എത്രയുണ്ട്? 36 മൾട്ടിപ്ലൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 72. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം വി ഹാവ് 72 ക്വാർക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻ ദി സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയാം. ഈ സ്റ്റാൻഡേർഡ് മോഡലിൽ 72 ക്വാക്സ് ഉണ്ട്, അല്ലെങ്കിൽ 72 ക്വാക്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, അല്ലെങ്കിൽ ഡീജനറസി ഓഫ് ദ ക്വാക്സ് ഈസ് 72. എങ്ങനെയാണ് 72 വരുന്നത്? 6 ക്വാക്സ് ഉണ്ട്, 6 ആൻറ്റി ക്വാക്സ് ഉണ്ട്, ഓരോ ക്വാക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 കളേഴ്സ് ഉണ്ട്. അതുപോലെ ഈ ഓരോ ക്വാക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റ് ഹാൻഡഡ് റൈറ്റ് ഹാൻഡഡും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 72 ക്വാക്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ആ ഫിഗറിലേക്ക് തന്നെ പോവാം. അടുത്ത പാർട്ടിക്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് റോയിലുള്ള പാർട്ടിക്കിൾസാണ്. ദേ ആർ കോൾഡ് ചാർജ്ഡ് ലെപ്റ്റോൺസ്. എന്തുകൊണ്ട് ഇതിനെ ചാർജ്ഡ് ലെപ്റ്റോൺസ് എന്ന് പറയാൻ കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ചാർജ് ഇലക്ട്രോണിൻ്റെ ആയിക്കോട്ടെ, മ്യൂണിൻ്റെ ആയിക്കോട്ടെ, ടോപ്പ് പാർട്ടിക്കിളിൻ്റെ ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ ചാർജ് ഇവിടെ കൊടുത്തിരിക്കുന്നത് -1 എന്നിവിടെ കാണാം. അത് കൊണ്ടാണ് ദേ ആർ ചാർജ്ഡ് ലെപ്റ്റോൺസ്. ഓക്കെ, ദേ ആർ ചാർജ്ഡ് ലെപ്റ്റോൺ. അപ്പോൾ നമുക്ക് ഈ ചാർജ്ഡ് ലെപ്റ്റോണിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയുണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാം. ഓക്കെ, ഹൗ മെനി ഓർ ഡീജനറസി ഓഫ് ദി
ചാർജ്ഡ് ലെപ്റ്റോൺസ്. ഓക്കെ, ചാർജ്ഡ് ലെപ്റ്റോൺസ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അവിടെ 3 ചാർജ്ഡ് ലെപ്റ്റോൺസ് ഓൾറെഡി കണ്ടു. ആരൊക്കെ 3 ഇലക്ട്രോൺ, മ്യൂൺ, ടോ എന്ന് പറഞ്ഞ 3 പാർട്ടിക്കിൾസ് ഓൾറെഡി നമ്മൾ കണ്ടു. ദേ ആർ ചാർജ്ഡ് അല്ലേ, ദേ ഹാവ് -1 ചാർജ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ 3 പാർട്ടിക്കിൾസിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾസ് ഉണ്ടാവും വിത്ത് ഡിഫറെൻറ്റ് ചാർജ്. ഓക്കെ, അതുകൊണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 3 ചാർജ്ഡ് ലെപ്റ്റോൺസ് ഉണ്ടെങ്കിൽ 3 ആൻറ്റി ലെപ്റ്റോൺസ് ഉണ്ടാവും. ചാർജ്ഡ് ആൻറ്റി ലെപ്റ്റോൺസ്, ചാർജ്ഡ് ആൻറ്റി ലെപ്റ്റോൺസ് ഉണ്ടാവുമല്ലോ, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ 3 ലെപ്റ്റോൺസായി, 3 ചാർജ്ഡ് ലെപ്റ്റോൺസായി. ഇനി ക്വാർക്സിൽ നിന്ന് ഇതിനൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഇവിടെ ക്വാർക്സ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും, സ്ട്രോങ് ഇൻട്രാക്ഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അതുപോലെ തന്നെ വീക്ക് ഇൻട്രാക്ഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന ലെപ്റ്റോൺസ് എന്ന വിഭാഗത്തിൽപ്പെട്ട പാർട്ടിക്കിൾസ് ഏതിൽ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷനിലും വീക്ക് ഇൻട്രാക്ഷനിലും മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. ഏതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല? സ്ട്രോങ് ഇൻട്രാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. എന്തുകൊണ്ട്? ദേ ഡോണ്ട് ഹാവ് എനി കളർ, ദേ ആർ കളർലെസ്. കളർ ഉണ്ടെങ്കിൽ മാത്രമേ സ്ട്രോങ് ഇൻട്രാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ദേ വിൽ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ സ്ട്രോങ് ഇൻട്രാക്ഷൻ, ബട്ട് ഇറ്റ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ബോത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ ആസ് വെൽ ആസ് ദി വീക്ക് ഇൻട്രാക്ഷൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചാർജ്ഡ് ലെപ്റ്റോൺസിൻ്റെ എന്തിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, കളറിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നേരെ വീക്ക് ഇൻട്രാക്ഷൻ സ്വിച്ച് ഓൺ ചെയ്യാം. ഇലക്ട്രോ മാഗ്നറ്റിക്സ് ഓൾറെഡി സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് പാർട്ടിക്കിൾസ് കിട്ടി. ഏതൊക്കെയാണ്? ഒന്ന് പാർട്ടിക്കിൾസും അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾസും 2 കിട്ടി. അപ്പോൾ ടോട്ടൽ വി ഹാവ് 6 ചാർജ്ഡ് ലെപ്റ്റോൺസ്. 6 ചാർജ്ഡ് ലെപ്റ്റോൺസ് കിട്ടി. സിക്സ് ചാർജ് ലെപ്റ്റോൺസ് കിട്ടിയല്ലോ. അതായത് 3 പാർട്ടിക്കിൾസും അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾസും. ഓക്കെ, അങ്ങനെ 6 ചാർജ്ഡ് ലെപ്റ്റോൺസാണ് നമുക്ക് കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വീക്ക് ഇൻട്രാക്ഷൻ സ്വിച്ച് ഓൺ ചെയ്യുക. ശരിയല്ലേ? വീക്ക് ഇൻട്രാക്ഷൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈച്ച് പാർട്ടിക്കിൾ ക്യാൻ ഹാവ് ബോത്ത് ലെഫ്റ്റ് ഹാൻഡഡ് ആൻഡ് റൈറ്റ് ഹാൻഡഡ്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡഡും ആകാം, അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡഡും ആകാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പാർട്ടിക്കിൾസിനെ കിട്ടി? 6 മൾട്ടിപ്ലൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 12. 12 പാർട്ടിക്കിൾസിന് കിട്ടി. സോ വി ഹാവ്, അങ്ങനെയാണെങ്കിൽ എന്താ കൺക്ലൂഡ് ചെയ്യുക? വി ഹാവ് 12 ചാർജ്ഡ് ലെപ്റ്റോൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. We have 12 charged lepton degrees of freedom in standard model of particle physics. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വീണ്ടും ആ ഫിഗറിലേക്ക് പോവാം. ഇവിടെ കാണാം അടുത്ത ഗ്രീൻ കളറിൽ കാണുന്ന, നമുക്ക് അടുത്ത കൗണ്ട് ചെയ്യാനുള്ളത് ഗ്രീൻ കളറിൽ കാണുന്ന രണ്ടാമത്തെ റോയിലുള്ള പാർട്ടിക്കിൾസ് ആണ്. ദേ ആർ ന്യൂട്രൽ ലെപ്റ്റോൺസ്. എന്തുകൊണ്ടാണ് ന്യൂട്രൽ ലെപ്റ്റോൺസ് എന്ന് പറയാൻ കാരണം? നിങ്ങൾക്ക് കാണാം ഇവിടെ കൊടുത്തിരിക്കുന്ന ചാർജ് എത്രയാ? 3 പാർട്ടിക്കിളിൻ്റെയും ചാർജ് 0 ആണ്. ദീസ് പാർട്ടിക്കിൾസ് ആർ ഇലക്ട്രോൺ ന്യൂട്രീനോ, മ്യൂൺ ന്യൂട്രീനോ ആൻഡ് ടോ ന്യൂട്രീനോ. ഇതിൻ്റെയും 3ൻ്റെയും ചാർജ് 0 ആണ്. ചാർജ് 0 ആണെങ്കിൽ അത് നമുക്ക് പറയാം ന്യൂട്രൽ അല്ലേ. ചാർജ് 0 ഉള്ള പാർട്ടിക്കിൾസിന് നമ്മൾ സാധാരണ ന്യൂട്രൽ എന്ന് പറയാം. അപ്പോൾ ന്യൂട്രൽ ലെപ്റ്റോൺസ് ആണ് ഈ ഇലക്ട്രോൺ ന്യൂട്രീനോ, മ്യൂൺ ന്യൂട്രീനോ, ടോ ന്യൂട്രീനോ. ഓക്കെ, ഓരോ ചാർജ്ഡ് ലെപ്റ്റോണിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിനൊരു ന്യൂട്രൽ ലെപ്റ്റോൺ കമ്പാനിയൻ ഉണ്ട്, അല്ലെങ്കിൽ ന്യൂട്രിനോ ഉണ്ട്. ഓക്കെ, ഇലക്ട്രോണിന് കമ്പാനിയനായിട്ട് ഇലക്ട്രോൺ ന്യൂട്രിനോ ഉണ്ട്, മ്യൂൺ ന്യൂട്രിനോ ഉണ്ട്, ടോ ന്യൂട്രിനോ ഉണ്ട്. ദേ ആർ ചാർജ്ലെസ് ഓർ ദേ ആർ ന്യൂട്രൽ. സോ നമുക്ക് അതിൻ്റെ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. സോ നൗ വി ഹാവ് ടു കൗണ്ട് ന്യൂട്രൽ ലെപ്റ്റോൺ.
ന്യൂട്രൽ ലെപ്റ്റോൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൗണ്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു വി ഹാവ് 3 ന്യൂട്രൽ ലെപ്റ്റോൺസ്. ഏതൊക്കെ 3 ന്യൂട്രൽ ലെപ്റ്റോൺസ് ഉള്ളത്? ഇലക്ട്രോൺ ന്യൂട്രീനോ ഉണ്ട്, മിയോൺ ന്യൂട്രീനോ ഉണ്ട്, അതുപോലെ തന്നെ ടോ ന്യൂട്രീനോ ഉണ്ട്. അങ്ങനെ 3 ന്യൂട്രീനോ ഉണ്ട്. ഇനി ഈ ഓരോ പാർട്ടിക്കിളിനും ആൻറ്റി പാർട്ടിക്കിൾസ് ഉണ്ട്. ആൻറ്റി ഇലക്ട്രോൺ ന്യൂട്രീനോ, അതുപോലെ ആൻറ്റി മിയോൺ ന്യൂട്രീനോ ആൻഡ് ആൻറ്റി ടോ ന്യൂട്രീനോ എന്ന് പറഞ്ഞ് മൂന്ന് ആൻറ്റി പാർട്ടിക്കിൾസും ഉണ്ട്. ഓരോ ന്യൂട്രിനോനും കറസ്പോണ്ടിങ് ആയിട്ട് ആൻറ്റി പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. എന്താ ഡൗട്ട്? ഈ ന്യൂട്രീനോ എന്ന് പറയുന്ന സാധനങ്ങൾ, ഈ 3 ന്യൂട്രീനോസും ഇവർ ചാർജുള്ള പാർട്ടിക്കിൾസ് അല്ല, ശരിയല്ലേ? ചാർജ്ലെസ് ആണ്. പിന്നെ എങ്ങനെയാണ് ഇതിന് ആൻറ്റി പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നത്? ചാർജ് 0 ആണ്. ചാർജ് 0 എന്ന് പറഞ്ഞാൽ എന്താ? ദേ വിൽ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ. അവർക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന, ഈ പാർട്ടിക്കിൾസിനെ ആൻറ്റി പാർട്ടിക്കിളിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്താ? ഇതുവരെ പറഞ്ഞ ക്വാർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇലക്ട്രോൺ മ്യൂൺ ടോൺ പാർട്ടിക്കിൾസ് ആയിക്കോട്ടെ, അതിനൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത് ചാർജാണ്, ശരിയല്ലേ? പാർട്ടിക്കിൾസിന് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾസിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അതാണ് ഇത്രയും പറഞ്ഞത്. പക്ഷേ ഇവിടെ ന്യൂട്രീനോസ് ആർ ചാർജ്ലെസ്. പക്ഷേ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന വേറൊരു ക്വാണ്ടം നമ്പർ ഉണ്ട്, ലെപ്റ്റോൺ നമ്പർ. ലെപ്റ്റോൺ നമ്പർ പാർട്ടിക്കിൾസിനും ആൻറ്റി പാർട്ടിക്കിൾസിനും ഡിഫറൻ്റ് ആണ്. ഓക്കെ, അതുമാത്രമല്ല അവർ വീക്ക് ഇൻട്രാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും ഡിഫറൻ്റ്ലി ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ദേ ആർ ഡിഫറെൻറ്റ്. ഏത്? പാർട്ടിക്കിൾസും ആൻറ്റി പാർട്ടിക്കിൾസും ഡിഫറൻ്റ് ആണ്. പാർട്ടിക്കിൾസും ആൻറ്റി പാർട്ടിക്കിൾസും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തുണ്ട്? 3 പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ആൻറ്റി പാർട്ടിക്കിൾസിനെയും നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്രയായി? 6 ന്യൂട്രൽ ലെപ്റ്റോൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് കിട്ടി. സോ 6 ന്യൂട്രൽ ലെപ്റ്റോൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. 6 ന്യൂട്രൽ ലെപ്റ്റോൺ. അപ്പോൾ ടോട്ടൽ 6 ന്യൂട്രൽ ലെപ്റ്റോൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് കിട്ടി, അല്ലേ? 6 ന്യൂട്രൽ ലെപ്റ്റോൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടി. ഇനി അടുത്ത ചോദ്യം, ഇത് ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഉണ്ടാവും. ഓരോ പാർട്ടിക്കിൾസും ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഉണ്ടാവുക. ഈ ന്യൂട്രൽ ലെപ്റ്റോൺസും ഏതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും? വീക്ക് ഇൻട്രാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പക്ഷേ ഈ പാർട്ടിക്കിൾസ് ഏതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല? സ്ട്രോങ് ഇൻട്രാക്ഷനിൽ ഓൾറെഡി പാർട്ടിസിപ്പേറ്റ് ഇല്ല പറഞ്ഞു. കാരണം എന്താ? ദേ ആർ ലെപ്റ്റോൺസ് ഏതിൽ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷനിലും വീക്ക് ഇൻട്രാക്ഷനിലും മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ന്യൂട്രൽ ലെപ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഇല്ലാത്ത ലെപ്റ്റോൺസ് ആണ്, അല്ലേ? ചാർജ് ഇല്ലെങ്കിൽ അത് ഏതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷനിലും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അപ്പോൾ ഇത് ഇൻട്രാക്ഷൻ ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? വീക്ക് ഇൻട്രാക്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതിൻ്റെ കേസിൽ? ന്യൂട്രീനോൻ്റെ കേസിൽ, അല്ലെങ്കിൽ ന്യൂട്രൽ ലെപ്റ്റോൺസിൻ്റെ കേസിൽ. ന്യൂട്രീനോൻ്റെ കേസിൽ ആകെയുള്ള ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വീക്ക് ഇൻട്രാക്ഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടിക്കിൾസിനെ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വീക്ക് ഇൻട്രാക്ഷൻ സ്റ്റഡി ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള പാർട്ടിക്കിൾസിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂ. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിറ്റക്ട് ന്യൂട്രീനോസ്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ടോട്ടൽ 6 പാർട്ടിക്കിൾസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്തേ ഉള്ളൂ? ഈ പാർട്ടിക്കിൾസ് ആണെങ്കിൽ, ന്യൂട്രീനോസ് ആണെങ്കിൽ ദേ ആർ ഓൾവേസ് ലെഫ്റ്റ് ഹാൻഡഡ്. അതുപോലെ ആൻറ്റി ന്യൂട്രീനോസ് ആണെങ്കിൽ ദേ ആർ ഓൾവേസ് റൈറ്റ് ഹാൻഡഡ്. ഞാനിത് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു സ്റ്റാൻഡേർഡ് മോഡലാണ്. എന്താണ് സ്റ്റാൻഡേർഡ് മോഡലാണെന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം സ്റ്റാൻഡേർഡ് മോഡലിൽ നമ്മൾ ന്യൂട്രീനോസിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത് മാസ്ലെസ് പാർട്ടിക്കിൾസ് ആയിട്ടാണ്. ഓക്കെ, ദേ ആർ മാസ്ലെസ് ഇൻ ദ സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സ്. വൈ? അതായത് ഈ അടുത്ത കാലത്താണ് ന്യൂട്രിനോ ഓസിലേഷൻ എന്ന് പറഞ്ഞ ഒരു ഫിനോമിനോൺ കണ്ടുപിടിച്ചത്. ന്യൂട്രിനോ ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രിനോ അതിൻ്റെ സ്വഭാവം ചേഞ്ച് ചെയ്യും. ഒരു സോഴ്സിൽ നിന്ന് ഡിറ്റക്ടറിലേക്ക് എത്തുന്ന സമയത്തിനുള്ളിൽ സോഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്ത ന്യൂട്രിനോ ആയിരിക്കില്ല ഡിറ്റക്ടറിൽ എത്തുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂട്രിനോ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഈ ന്യൂട്രിനോ ഓസിലേഷൻ നടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ന്യൂട്രിനോ ഷുഡ് ഹാവ് മാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ന്യൂട്രിനോസ് ഓസിലേഷൻ സാധ്യമാവുകയുള്ളൂ.
അപ്പോൾ ന്യൂട്രിനോ ഓസിലേഷൻ എക്സ്പെരിമെൻറ്റ് സജസ്റ്റ് ദാറ്റ് ന്യൂട്രിനോസ് ആർ ഇൻഡീഡ് മാസീവ്. അവരൊക്കെ മാസീവാണ്. പക്ഷേ സ്റ്റാൻഡേർഡ് മോഡലിൽ ന്യൂട്രിനോസിനെ മാസ്ലെസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. മാസ്ലെസ് ആണെങ്കിൽ ഇഫ് ന്യൂട്രിനോസ് ആർ മാസ്ലെസ് ആണെങ്കിൽ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ലെഫ്റ്റ് ഹാൻഡഡ് ന്യൂട്രിനോസ് and right-handed antineutrinos. അപ്പോൾ എന്താ പ്രശ്നം? ഈ മൂന്നാളുണ്ട് ന്യൂട്രിനോസ്. ഈ മൂന്നാളിൽ ഓരോരാളും എന്തായിരിക്കും? ലെഫ്റ്റ് ഹാൻഡഡ് ആയിരിക്കും. 3 ആൻറ്റി ന്യൂട്രിനോസ് ഉണ്ട്. ആ മൂന്നാളും എന്തായിരിക്കും? റൈറ്റ് ഹാൻഡഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു എക്സ്ട്രാ 2 degrees ഓഫ് ഫ്രീഡം ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാം വി ഹാവ് ഓൺലി 6 ന്യൂട്രൽ lepton degrees of freedom in standard model. ന്യൂട്രിനോ മാസ് എന്ന് പറയുന്നത് ഒരു വലിയ ടോപ്പിക്കാണ്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇഫ് ന്യൂട്രിനോസ് ആർ മാസീവ് then we can consider 2 representations for neutrinos. They are called Dirac representation and Majorana representation. അപ്പം Dirac representation ആണെങ്കിൽ Dirac particles ആണെങ്കിൽ if neutrinos are Dirac particle it can have both left-handed particle, right-handed particle, left-handed antiparticle and right-handed antiparticle. Majorana neutrinos ആണെങ്കിൽ if neutrinos are Majorana particle then particle have its own antiparticle. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ഒരു 2 component representation ആയിരിക്കും. ആ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മളിപ്പോൾ പറയുന്ന ഇത്രയേ ഉള്ളൂ. ന്യൂട്രൽ leptons have only 6 degrees of freedom. Why? Because there is no right-handed neutrinos or ലെഫ്റ്റ്-ഹാൻഡഡ് ആൻറ്റി ന്യൂട്രിനോസ്. അതുകൊണ്ട് തന്നെ നമുക്ക് 6 ന്യൂട്രൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡേ ഉള്ളൂ. ഏതിന്? ന്യൂട്രൽ ലെപ്റ്റോൺസിന്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാം ചാർജ്ഡ് ലെപ്റ്റോൺസിൻ്റെ കേസിൽ വി ക്യാൻ ഹാവ് ലെഫ്റ്റ്-ഹാൻഡഡ് പാർട്ടിക്കിൾ, റൈറ്റ്-ഹാൻഡഡ് പാർട്ടിക്കിൾ ആൻഡ് ലെഫ്റ്റ്-ഹാൻഡഡ് ആൻറ്റിപാർട്ടിക്കിൾ ആൻഡ് റൈറ്റ്-ഹാൻഡഡ് ആൻറ്റിപാർട്ടിക്കിൾ. അതുകൊണ്ടാണ് നമുക്ക് 12 degrees ഓഫ് ഫ്രീഡം വന്നത്. പക്ഷേ ന്യൂട്രൽ ലെപ്റ്റോൺസിൻ്റെ കേസിൽ ലെഫ്റ്റ്-ഹാൻഡഡ് പാർട്ടിക്കിൾസും റൈറ്റ്-ഹാൻഡഡ് ആൻറ്റിപാർട്ടിക്കിൾസും മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ആരില്ല? ലെഫ്റ്റ്-ഹാൻഡഡ് ആൻറ്റിപാർട്ടിക്കിൾസോ അല്ലെങ്കിൽ റൈറ്റ്-ഹാൻഡഡ് പാർട്ടിക്കിൾസോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സ്. ബിക്കോസ് ന്യൂട്രിനോസ് ആർ ഓർ ന്യൂട്രൽ ലെപ്റ്റോൺസ് ആർ massless. Neutrinos are massless in the standard model. ഓക്കെ, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഗേജ് ബോസോൺസ്, വെക്റ്റർ ബോസോൺസിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൗണ്ട് ചെയ്യാം. ഓക്കെ, വെക്റ്റർ ബോസോൺസ്. വെക്റ്റർ ബോസോൺസിൽ ആദ്യം നമുക്ക് ആരെ എടുക്കാം? ഗ്ലൂവോൺസിന് എടുക്കാം. ഗ്ലൂവോൺസ് എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, ഇവിടെ കാണാം നിങ്ങൾക്ക് ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന പാർട്ടിക്കിൾസിനൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു ദേ ആർ കോൾഡ് ഗേജ് ബോസോൺസ് അല്ലെങ്കിൽ വെക്റ്റർ ബോസോൺസ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഫോഴ്സ് കാരിയേഴ്സ്. ഇങ്ങനെയൊക്കെ കുറേ പേരുകളിൽ അറിയപ്പെടുന്ന പാർട്ടിക്കിൾസാണ് ഇതൊക്കെ. എന്തുകൊണ്ടാണ് ഇതിനെ ഫോഴ്സ് കാരിയേഴ്സ് എന്ന് പറയുന്നത്? ഫോഴ്സ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഈ ഗ്ലൂവോൺ ആണ് ഏത് ഫോഴ്സിൻ്റെ മീഡിയേറ്റർ? സ്ട്രോങ് ഫോഴ്സിൻ്റെ മീഡിയേറ്ററാണ് ഗ്ലൂവോൺ. അതുപോലെ ഫോട്ടോൺ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ്റെ എക്സ്ചേഞ്ച് പാർട്ടിക്കിളാണ്. അതുപോലെ സി ബോസോൺ എങ്കിൽ W+or- ബോസോൺ. 2 തരത്തിലുള്ള W ബോസോൺ ഉണ്ട്, W+ ആൻഡ് W-. ഇതൊക്കെ സി ബോസോൺ അല്ലെങ്കിൽ W+or- ബോസോൺ എന്ന് പറയുന്നത് ദേ ആർ ദ മീഡിയേറ്റേഴ്സ് ഓഫ് ദി വീക്ക് ഇൻട്രാക്ഷൻ ആണ്. പക്ഷേ ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത് ഇതുമായിട്ടൊന്നും ബന്ധമില്ല. ദേ ആർ ഞാൻ ഓൾറെഡി പറഞ്ഞു ദേ ആർ സംതിങ് റിലേറ്റഡ് ടു സിമെട്രി ബ്രേക്കിംഗ്. അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകണ്ട. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന പാർട്ടിക്കിൾസ് ആർ
വെക്റ്റർ ബോസോൺസ്. ഈ ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്കെലാർ ബോസോൺ. ഇറ്റ്സ് എ സ്കെലാർ ബോസോൺ. റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നതൊക്കെ വെക്റ്റർ ബോസോൺസ് ആണ്. ഓക്കെ, വെക്റ്റർ ബോസോൺസ്. വെക്റ്റർ ബോസോൺസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് വെക്റ്റർ ബോസോൺ എന്ന് പറയാൻ കാരണം ദേ ആർ സ്പിൻ 1 പാർട്ടിക്കിൾ. ഓക്കെ, സ്പിൻ 1 ആയതുകൊണ്ടാണ് അതിനെ വെക്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻ്റഗ്രൽ സ്പിൻ പാർട്ടിക്കിൾ ആയതുകൊണ്ടാണ് അതിനെ ബോസോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് കോൾഡ് വെക്റ്റർ ബോസോൺസ്. ഓക്കെ, ഇനി ഈ ഗ്ലൂഓൺസ് എടുത്തു കഴിഞ്ഞാൽ ഗ്ലൂഓൺസ് ഏത് ഇൻട്രാക്ഷൻ്റെ മീഡിയേറ്ററാണെന്ന് പറഞ്ഞത് സ്ട്രോങ് ഇൻട്രാക്ഷൻ്റെ മീഡിയേറ്ററാണ് അല്ലേ, സ്ട്രോങ് ഇൻട്രാക്ഷൻ്റെ മീഡിയേറ്ററാണ്. ഇനി ഈ ഗ്ലൂഓൺസ് എന്ന് പറയുന്നത് ടോട്ടൽ 8 കളറിൽ വരുന്നുണ്ട്. 8 കളർ. ഞാൻ പറഞ്ഞു സ്ട്രോങ് ഇൻട്രാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കളർ ചാർജ് എന്നൊരു കോണ്ടന്റ് നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂ, സ്ട്രോങ് ഇൻട്രാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂ. ഈ ഗ്ലൂഓൺസിന് കളർ ഉണ്ട്, മാത്രമല്ല 8 ടൈപ്പ് കളറിൽ ഈ ഗ്ലൂഓൺസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പാണ് ഗ്ലൂഓൺസ് ഏതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, സ്ട്രോങ് ഇൻട്രാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. 8 കളറിൽ വരുന്നുണ്ട്. സോ വി ഹാവ് 8 ഗ്ലൂഓൺസ്. വി ഹാവ് 8 ഗ്ലൂഓൺസ്. ഓക്കെ, ഇനി ഈ ഗ്ലൂഓൺസ് ആർ മാസ്ലെസ് ആണ്. മാസ് 0 ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ഗ്ലൂഓൺസ്. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു ദേ ആർ വെക്റ്റർ ബോസോൺസ് and they are massless, so they can have only 2 polarizations, 2 transverse polarizations. Transverse polarization. Each gluons can have 2 transverse polarizations. Since they are massless, they can only have 2 transverse polarizations. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 8 multiplied by 2 which is equal to 16. So we have 16 gluon degrees of freedom in standard model. ഓക്കെ, അടുത്ത നമുക്കറിയുള്ളത് അടുത്തതുള്ളത് ഫോട്ടോൺ ആണ്, ഗാമ ഫോട്ടോൺ. അടുത്തുള്ളത് ഫോട്ടോൺ. ഓക്കെ, ഫോട്ടോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു ഫോട്ടോണേ നമുക്കുള്ളൂ, 1 ഫോട്ടോൺ. ഇതുപോലെ കളറില്ല, അതുകൊണ്ട് 8 കളറൊന്നുമില്ല, ഒരു ഫോട്ടോൺ മാത്രമേ ഉള്ളൂ. ദേ ആർ ചാർജ്ലെസ്, ദേ ആർ മാസ്ലെസ് ആയതുകൊണ്ട് ഗ്ലൂഓൺസിനെ പോലെ തന്നെ 2 ട്രാൻസ്വേഴ്സ് പോളറൈസേഷൻസ് മാത്രമേ ഉള്ളൂ. 2 ട്രാൻസ്വേഴ്സ് പോളറൈസേഷൻസ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എത്ര ഫോട്ടോൺസേ ഉള്ളൂ. വി ഹാവ് 2 ഫോട്ടോൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻ സ്റ്റാൻഡേർഡ് മോഡൽ. ഓക്കെ, ഇനി നമുക്കറിയുള്ളത് നമുക്കുള്ളത് Z0 ബോസോൺ, C ബോസോൺ. ഓക്കെ, C ബോസോൺ എടുത്തു കഴിഞ്ഞാൽ they are massive particles. They are massive. Z boson is massive ആണെങ്കിൽ they are chargeless ആണ്. ഓൾറെഡി പറഞ്ഞു Z0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are chargeless അല്ലേ. ഇനി ഞാൻ പറഞ്ഞു they are massive ആണെങ്കിൽ അതിന് എത്ര പോളറൈസേഷൻസ് ഉണ്ടാവും? 3 പോളറൈസേഷൻസ് ഉണ്ടാവും. 3 പോളറൈസേഷൻസ് ഉണ്ടാവും. ഈ 3 പോളറൈസേഷൻ എന്ന് പറയുന്നത് 1 ലോഞ്ചിറ്റ്യൂഡിനൽ പോളറൈസേഷൻ ആൻഡ് 2 ട്രാൻസ്വേഴ്സ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും? 3 Z ബോസോൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻ സ്റ്റാൻഡേർഡ് മോഡൽ. ഇനി W പ്ലസ് എടുത്തു കഴിഞ്ഞാലോ? W പ്ലസ് എടുത്തു കഴിഞ്ഞാൽ മാസീവാണ്, പാർട്ടിക്കിൾ മാസീവാണ്. സെയിം ആർഗ്യുമെൻറ്റ്സ് ഇവിടെയും അപ്ലൈ ചെയ്യുക. 3 പോളറൈസേഷൻസ് ഉണ്ടാവും. അതിൽ 1 ലോഞ്ചിറ്റ്യൂഡിനൽ, 2 ട്രാൻസ്വേഴ്സ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ഉണ്ടാവും? 3 W പ്ലസ് ബോസോൺ
degrees of freedom in standard model. ഇനി നമുക്ക് W മൈനസിൻ്റെ നോക്കാം. W മൈനസിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ they are also massive. 3 polarizations, 1 longitudinal, 2 transpose, 2 transverse. അങ്ങനെയാണെങ്കിൽ 3W മൈനസ് ബോസോൺ degrees of freedom in standard model. Okay, ഇവിടെ W പ്ലസ് W മൈനസ് എന്ന് പറഞ്ഞാൽ ദേ ആർ പാർട്ടിക്കിൾ ആൻഡ് ആൻറ്റി പാർട്ടിക്കിൾ ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കൗണ്ട് ചെയ്യാം. W പാർട്ടിക്കിൾ, അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ W മൈനസ്, ടോട്ടൽ 2. അതുപോലെ ഓരോന്നിനും 3 പോളറൈസേഷൻസ്, അങ്ങനെ 6. അപ്പോൾ ടോട്ടൽ 3. Here also 3, here also 3. 3C0 boson degrees of freedom, 3W plus degrees of freedom, 3W minus degrees of freedom. That will give you 9 weak gauge boson degrees of freedom. ഇനി നമുക്ക് ഒരാൾ മാത്രം റിമെയിൻ ചെയ്യുന്നുണ്ട്, ഒരു ഹിഗ്സ് ബോസോണും റിമെയിൻ ചെയ്യുന്നുണ്ട്. ഹിഗ്സ് ബോസോൺ, ദേ ആർ സ്കെലാർ ബോസോൺസ്, ദേ ആർ ചാർജ്ലെസ്, ദേ ആർ സ്പിൻലെസ്. അതുകൊണ്ട് തന്നെ ഒരു ഹിഗ്സ് ബോസോൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഫിഗറിലേക്ക് പോവാം. ഇവിടെ നോക്കുക, എത്ര ക്വാർക്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ടോട്ടൽ നമ്മൾ കൗണ്ട് ചെയ്തത് വി ഹാവ് 72 ക്വാർക്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഹൗ മെനി ചാർജ്ഡ് ലെപ്റ്റോൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? വി ഹാവ് 12 ചാർജ്ഡ് ലെപ്റ്റോൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ആൻഡ് വി ഹാവ് 6 ന്യൂട്രൽ ലെപ്റ്റോൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ദെൻ ദിസ് വൺ, gluon degrees of freedom, we have 16 gluon degrees of freedom. We have 2 photon degrees of freedom. We have 3 Z0 boson degrees of freedom. We have 6W, 3W plus and 3W minus. That will give you 6W plus or minus degrees of freedom. And finally we have 1 Higgs boson degrees of freedom. So let us count 72 plus 12 plus 6 plus 16 plus 2 plus 3 plus 6 and 1. 2, 4, 10, 16, 18, 21, 2, 4, 10, 16, 18, 18, 21, 27, 28, 2 plus 7, 9, 10, 11. So that will give you 118. So we have 118 standard model degrees of freedom, or we have 118 particles in the standard model of particle physics if we include the degeneracy. Okay, so this is the total number of particles in the standard model of particle physics. Okay, that's all for today. Thank you.